stand, the world awaits. Well, let the stars tonight light the way. Hand in hand, through light or rain, it's your constant love that gives me strength. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. This is the start of something beautiful. When the wind moves along your face, പിതാവേ, എൻ യഹോവേ, നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. അഗ്നിമേഘ തോണുകളാൽ അടിയാരെയും നടത്തി അനുദിനം കൂടെയിരുന്നു അപ്പനെ കാക്ഷിക്കുമേ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. തമ്പുരാൻ വാഴ്ത്തപ്പെടുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിനക്ക് സ്തുതി. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതവും കോട്ടയുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥാപന പിതാവേ, മനോഹരമായ നല്ല ദിവസം ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിയിലൊക്കെ അവിടുത്തെ വിസ്താരമേറെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ പരിപാലിച്ച് പുതിയൊരു പ്രഭാതം അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായി സ്തോത്രം. കർത്താവെ, പ്രഭാതത്തിൽ പ്രിയ ഭവനത്തിൽ കർത്താവെ പ്രിയ കുഞ്ഞുങ്ങളോട് ചേർന്ന് ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ, ദൈവമായ കർത്താവെ, ഭവനത്തിന് വേണ്ടി പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകമായി കർത്താവെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന പൈതലിനെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനുഷ്യനേകനായിരിക്കുന്നതെന്നല്ല എന്ന് കണ്ട് തക്ക തുണകളെ നൽകി അനുഗ്രഹിച്ച തമ്പുരാൻ, ഞങ്ങളുടെ പിതാക്കന്മാരെ അനുഗ്രഹിച്ച തമ്പുരാൻ, കർത്താവെ തലമുറകളിലൂടെ ആ അനുഗ്രഹം നീ ഞങ്ങളിലേക്ക് കൈമാറി തരുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ഹൃദയമായ കർത്താവെ, പ്രിയ മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്കായി സ്തോത്രം.
കർത്താവെ, ഈ ഭൂമിയിൽ ജനിക്കുവാൻ, സ്നേഹിക്കപ്പെടുവാൻ, ജീവിതത്തിന്റെ പടിപടിയായുള്ള വളർച്ചയിൽ തമ്പുരാൻ കൂടെ ഇരുന്നുള്ള കർത്താവെ, അവന്റെ കർത്താവെ ജനനം മുതൽ ഇന്നയോളം അവിടുന്ന് പരിപാലിച്ച കൃപകൾക്കായി സ്തോത്രം. നൽകിക്കൊടുത്ത എല്ലാ നന്മകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അപ്പുറമായി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് പരിപാലിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം. അതിനുവേണ്ടി ഒരുക്കപ്പെട്ട മകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മാതാപിതാക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഇരുവരും ഇന്ന് കർത്താവെ പരിശുദ്ധ മതഹായുടെ മുൻപാകെ കുരിശാകുന്ന കിരീടം ധരിച്ച് ക്രിസ്തീയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തമ്പുരാനെ നിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. കാനാവിലെ കല്യാണത്തിന് ഭവനത്തിന്റെ കുറവ് നികത്തിയ തമ്പുരാനെ, ഇരു ഭവനങ്ങളിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. പ്രിയമക്കളുടെ യാത്രകളിൽ കർത്താവെ, തുടർന്ന് നടക്കുവാൻ പോകുന്നതായ ശുശ്രൂഷകളിന്മേല് കർത്താവ്, വിരുന്ന സൽക്കാരങ്ങളിന്മേല്, അതിനുശേഷമുള്ള കർത്താവെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തിന്മേല്, അവരുടെ ജീവിതത്തിന്റെ അന്ത്യം വരെയും അവിടുന്ന് കൂടെ ഇരിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ഇന്ന് കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ കൂടി വരവ് കർത്താവെ ആർക്കും ഒരു പ്രയാസത്തിന് കാരണമാകുവാൻ തമ്പുരാനെ നീ സംഗതിയാക്കരുതേ. മറിച്ച് കർത്താവെ, എല്ലാവർക്കും അതൊരു അനുഗ്രഹമാകുവാൻ അവിടെ ഇടയാക്കണമേ. കർത്താവെ, കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി താഴ്ത്തി ഏൽപ്പിക്കുന്നു. നിന്റെ കൃപയാൽ, നിന്റെ അനുഗ്രഹത്താൽ, നിന്റെ സ്വർഗീയ വാക്കുകളാൽ എല്ലാവരെയും അവിടുന്ന് പാഴ്ത്തി അനുഗ്രഹിക്കണമേ. വീണ്ടും കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ, നിന്റെ കൃപയുടെ നാളിൽ ഓരോ നിമിഷം കൊടുത്ത് പരിപാലിച്ചു കൊള്ളണമേ. മശികാമൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ണം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരണങ്ങൾ പോലെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങൾ ഓർമ്മിക്കണമേ. നിങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടരക്ഷിച്ചുകൊണ്ട് എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും ദേഹമാകുന്നു. The world awaits. It's your love I know that gives me strength. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. This is the start of something beautiful. You look so wonderful in your dress. I love your hair like that. The way it falls on the side of your neck, down your shoulders and back. We are surrounded by all of these lies and people that talk too much. You got the kind of look in your eyes as if no one knows anything but us. Should this be the last thing I see? I want you to know it's enough for me. 'Cause all that you are is all that I'll ever need. ദൈവത്തെ സ്തുതിക്കാം, ഏവരും ആഘോഷമായി ചെയ്താനത്ഭുതങ്ങൾ തന്നിലാക്കുന്നു ലോകം. കാപ്പാൻ നമ്മെ അവൻ എപ്പോഴും കൂടെ വേണം. കൃപ തന്നു നമ്മെ വഴി നടത്തട്ടെ. ഇഹഭാരങ്ങളിൽ കാത്തു സൂക്ഷിക്കട്ടെ. സ്തോത്രമെല്ലാം ദൈവപിതാപുത്രനും അവരുമായി സ്വർഗേ വാഴുന്നോനും കൊടുപ്പീൻ. ഭൂസ്വർഗങ്ങൾ വാഴ്ത്തും നിത്യഗാഥ
ആദ്യം കഴിഞ്ഞ പോൽ ആകട്ടിന്നു എന്നും. ഒരു താഴ്വരയിൽ കൂടി നടന്നാൽ ജനനൃത്വവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയിൽ പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണിക്കാൻ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. അന്വേഷണത്തിന് വേണ്ടി ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്നു. മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2 or 3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്നെന്ന് വെള്ളം കോരി ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയാൽ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും പിന്നീട് എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഗലീലയിലെ കാനാവിൽ വെച്ച് അങ്ങയുടെ സന്നിധിയാൽ വിവാഹത്തിന്റെ അവസ്ഥയെ ശുദ്ധീകരിച്ച കർത്താവേ, ഇന്ന് ആ വിശുദ്ധ അവസ്ഥയിൽ ഒന്നിച്ച് ചേർക്കപ്പെടുവാനുള്ള അങ്ങയുടെ ദാസരെ അനുഗ്രഹിക്കണമേ. അവരെ അങ്ങയുടെ നല്ല വിചാരണയുടെ സംരക്ഷണയും കീഴിൽ കാത്തുകൊള്ളണമേ. അവർ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഇടവിടാതെ ഭയപ്പെട്ട് സ്നേഹിക്കുമാറാകണമേ. അവർ നിന്റെ ഹിതം അനുസരിക്കുവാൻ ഇടയാക്കണമേ. അങ്ങയുടെ സംരക്ഷണയിൽ അവർ ക്ഷേമമായിരുന്ന് അവരുടെ ജീവിതാവസാനം വരെ അങ്ങയുടെ സ്നേഹത്തിൽ വസിക്കുവാൻ കൃപയണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഈ ലോകത്തിൽ പൂർണ്ണ സ്നേഹത്തിലും വിശുദ്ധ സമാധാനത്തിലും ജീവിക്കുവാൻ ഇവർക്ക് സംഗതി വരുത്തണമേ. നിത്യജീവൻ പ്രാപിക്കത്തക്കവണ്ണം അവരെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ടും നിറയ്ക്കണമേ. ജീവന്റെയും സ്നേഹത്തിന്റെയും ദാതാവായി ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, സ്നേഹത്തിൽ നീ കൂട്ടിച്ചേർക്കുന്നവർക്ക് അങ്ങയുടെ അനുഗ്രഹത്തെ അയക്കണമേ. ജീവിതത്തിന് ആവശ്യമായ ജ്ഞാനവും അവരുടെ കാര്യാദികൾ നടത്തുന്നതിന് വിവേകവും നൽകണമേ. അവരോടുകൂടെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എപ്പോഴും ഇരിക്കുമാറാകണമേ. അവരെയും അവർക്കുള്ളവരെയും അനുഗ്രഹിക്കണമേ. നിന്റെ രാജ്യം അവകാശമാക്കുവാൻ നിന്റെ മക്കൾക്ക് ഇടയാക്കണമേ. ഇല്ലായ്മയിൽ നിന്നെല്ലാറ്റിനെയും ഉണ്മയിലേക്കും ക്രമാരാഹിത്യത്തിൽ നിന്ന് ക്രമത്തിലേക്കും വീഴ്ചയിൽ നിന്നും വീണ്ടെടുപ്പിലേക്കും നയിച്ചവനും സകലത്തിന്മേലും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നവനുമായ സർവശക്തനായ ത്രിയേക ദൈവമേ, തിരുമുൻപാകെ ഞങ്ങൾ ശിരസ്സുകൾ വണക്കുമ്പോൾ കാരുണ്യപൂർവ്വം ഞങ്ങളെ കടാക്ഷിക്കണമേ. ഈ ഭൂമിയിൽ തിരുസഭയ്ക്ക് അടിസ്ഥാനമിട്ട് അതിനെ പണിയുകയും അതിന്റെ ഭാഗമായി ഭവനങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്ത ദൈവമേ, കഴിഞ്ഞ കാലമെല്ലാം ക്രൈസ്തവ ഭവനങ്ങളെ അങ്ങ് നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വിവാഹത്തിന്റെ അവസ്ഥയിൽ ഒരുമിച്ച് ചേർക്കപ്പെടുവാനുള്ള ഈ മകളോട് ക്രിസ്തു എന്ന അടയാളത്തിൽ ചേരുന്ന മകനെയും അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവനാഥനായ കുടുംബം കെട്ടിപ്പടുക്കുവാൻ അവർക്കിടയാക്കണമേ. കർത്താവിന്റെ ദിവ്യമായ സാന്നിധ്യം അവരോടുകൂടെ എല്ലാ കാലത്തും ഉണ്ടായിരിക്കണമേ. സർവ കുടുംബത്തിനും പേർ വരുവാൻ കാരണഭൂതനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ കുടുംബത്തെയും ഇന്ന് രൂപീകരിക്കുന്ന കുടുംബത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ദൈവമുള്ള ഭവനമായി എല്ലാ കാലത്തും അറിയപ്പെടുവാൻ നിന്റെ മക്കളെ ഇടയാക്കണമേ. ഇന്നത്തെ വിവാഹ ശുശ്രൂഷ ദൈവത്തിന് സാക്ഷ്യം കൊടുക്കുന്ന അവസരമാക്കി തീർക്കണമേ. വിവാഹ വിരുന്നിൽ പങ്കുകൊള്ളുന്ന ഏവരെയും അനുഗ്രഹിക്കണമേ. കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നാകുന്ന മഹാഭാഗ്യത്തിൽ പങ്കെടുക്കേണ്ടവരാണ് എന്ന ചിന്ത ഞങ്ങൾക്ക് നൽകണമേ. ഗലീലയിലെ കാനാവിൽ എഴുന്നള്ളി വിവാഹത്തിന്റെ അവസ്ഥയെ വിശദീകരിച്ച അങ്ങയുടെ പ്രിയപുത്രന്റെ സന്നദ്ധി ഞങ്ങളോടുകൂടെ ഇരിക്കണമേ. സകല അനുഗ്രഹങ്ങളുടെയും കാരണനും അവയെ ഞങ്ങൾക്ക് തരുന്നവനുമായി ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, കഴിഞ്ഞ കാലമെല്ലാം ഞങ്ങളെ കരുണയോടെ നടത്തി അനുഗ്രഹിച്ചതിനായി
ഞങ്ങൾ അങ്ങേക്ക് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് അവരെ വിളിച്ചാക്കുന്ന സ്ഥലത്തും സ്ഥിതിയിലും അവർ അങ്ങേ മഹത്വപ്പെടുത്തി അങ്ങയുടെ സാക്ഷികളായി ജീവിപ്പാൻ അങ്ങയുടെ കൃപ അവർക്ക് നൽകണമേ. ഈ മർത്യായുസ്സിലെ പലവിധമായുള്ള മാറ്റങ്ങളുടെ ഇടയിൽ അവരെപ്പോഴും അങ്ങയോട് ചേർന്ന് ജീവിക്കുമാറാകണമേ. ഐശ്വര്യകാലത്ത് അങ്ങേ മറക്കാതെയും ആപത്ത് കാലത്ത് അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ച് സംശയിക്കാതെയും ഇരിക്കുവാൻ അങ്ങയിലുള്ള സ്ഥിരമായ വിശ്വാസം നിന്റെ ഈ മക്കൾക്ക് നൽകണമേ. നിന്റെ മക്കളുടെ വിവാഹം സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും ഈ നിമിഷം വരെ നൽകിയ നടത്തിപ്പിനും സഹായത്തിനുമായി സ്തോത്രം. ഗലീലിലെ കാനാവിൽ എഴുന്നള്ളി വിവാഹത്തിന്റെ അവസ്ഥയെ ശുദ്ധീകരിച്ച അങ്ങയുടെ പ്രിയപുത്രന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. വിവാഹ വിരുന്നിൽ പങ്കുകൊള്ളുന്ന എല്ലാവരെയും കടാക്ഷിച്ച് കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നാകുന്ന സ്വർഗീയ ഭാഗ്യത്തിൽ ഓഹരിക്കാരാകത്തക്കവണ്ണം അങ്ങയുടെ കൃപയും സ്വർഗീയ അനുഗ്രഹവും കൊണ്ട് അവരെ നിറയ്ക്കണമേ. ഞങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളും അങ്ങയിൽ ആരംഭിച്ച് നടത്തി അങ്ങയുടെ പരിശുദ്ധമുള്ള നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപയില്ലണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ജീവനുള്ള സാക്ഷിയായി അവന് ഞങ്ങളോട് കൂടെ ഉണ്ടല്ലോ. നിന്റെ മകളുടെ എല്ലാ ചലനങ്ങളിലും അവൾ വളർന്ന വിശ്വാസത്തിന്റെ പൈതൃകം അവൾ വിളിച്ചു പറയുന്നുണ്ട്. കർത്താവെ, ഒരു വധുവായി നിൽക്കുമ്പോൾ കർത്താവെ, ഒരു വ്യക്തിയുടെ ചലനങ്ങളിൽ അവളുടെ വിശ്വാസത്തിന്റെ ആഴം ഞങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നു. പാടുകയും പ്രാർത്ഥിക്കുകയും പ്രതിവാക്യം പറയുകയും ഉറച്ച് ആമേൻ ഉരുവിടുകയും ചെയ്യുന്ന മകള് ഭവനത്തെ കെട്ടുപണി ചെയ്യുന്ന ഒരു നല്ല മാതൃകയായി കർത്താവെ, ഭവനത്തിന്റെ മൂലത്തൂണായി അവൾ എണ്ണപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കർത്താവെ, ചേർക്കപ്പെടുന്ന അഞ്ചിനായി സ്തോത്രം ചെയ്യും. കാരുണ്യവാനായ കർത്താവെ, നവേലി ദേശത്തേക്ക് നിന്റെ മകൾ അയക്കപ്പെടുമ്പോൾ അവർ പ്രവാസികളായി അധികകാലവും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ സാമൂഹിക ചുറ്റുപാടുകളാണ്. അവർക്ക് കർത്താവെ, മുണ്ടിയപ്പള്ളി ദേശത്തോടും പുന്നവേലി ദേശത്തോടുമുള്ള പ്രതിബദ്ധത കൈവിടാതെ അവരെ ദൈവം ഏത് ദേശത്താണോ ഈ കാലത്തിനനുസരിച്ചുള്ള ജോലിക്കും പദവിക്കുമായി വിളിക്കുന്നത് അവിടെ പ്രവർത്തിച്ചുകൊണ്ട് അവിടെ തീർച്ചയായിട്ടും അവർക്കൊരു ദൈവാലയത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. അവർക്ക് തീർച്ചയായിട്ടും അവരുടെ വീട് ഉൾപ്പെടുന്ന ഒരു പ്രാർത്ഥനാ ഭാഗം ഉണ്ടാകും. കർത്താവെ, അതിലുമൊക്കെ മികച്ച ക്രമീകരണങ്ങളൊക്കെ പലയിടങ്ങളിലും കാണും. ആത്മീയമായിട്ടുള്ള എല്ലാ കൂട്ടങ്ങളും കൂട്ടായ്മകളും ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കാൻ നിന്റെ മക്കളെ സഹായിക്കണം. അത്തരത്തിലുള്ള ഒരു പരിശീലനം നിന്റെ മകൾക്ക് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് അതിന് പുതുതായി കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. അവൾ എന്താണോ കണ്ടുവളർന്നത്, എന്തിലാണോ ആശ്രയം വെച്ചത്, അത് തുടരുവാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗോപാൽ ഇടവകയുമായി വളരെ ആഴത്തിൽ പല തവണകളിലായി ബന്ധപ്പെട്ടിരിക്കുന്ന അടിയന് മുണ്ടിയപ്പള്ളി ദേശത്തിന്റെ ശുശ്രൂഷകനായിരിക്കാനും ആ ബന്ധത്തിൽ നിന്റെ മക്കൾ നാട്ടിൽ വന്ന് ഈ കാര്യങ്ങൾ നടത്തുമ്പോൾ എല്ലാ കാര്യങ്ങളിലും സജീവ നേതൃത്വം നൽകുവാൻ സമയം ക്രമീകരിക്കാനും അവിടുന്ന് സഹായിച്ചല്ലോ. പെട്രോത്തിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. വളരെ ഉന്നതമായ നിലയിൽ ശ്രദ്ധയോടെ ഞങ്ങൾ ആ ശുശ്രൂഷ നടത്തി പൂർത്തിയാക്കി. വിവാഹ ശുശ്രൂഷയ്ക്ക് കർത്താവെ പുന്നവേലിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും മറ്റൊരു പെൺകുട്ടിക്ക് കർത്താവ് ഇന്ന് തന്നെ ഇടവകയിൽ മറ്റൊരു വിവാഹം നടക്കുന്നത് കൊണ്ട് അവളോട് പറഞ്ഞ വാക്കില് ഇന്ന് ആ വിവാഹത്തിന് പങ്കെടുക്കുകയും ഈ ഭവനത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും. വിരുന്നിൽ കർത്താവെ, കുഞ്ഞാടിന്റെ കല്യാണ വിരുന്ന് പോലെയുള്ള സൗഭാഗ്യ അനുഭവമാക്കി തീർക്കണം. വരുന്നവരെല്ലാം നിറഞ്ഞവരായും പ്രാർത്ഥിച്ചവരായും സംതൃപ്തിയുള്ളവരായും മടങ്ങിക്കുവാൻ ഇടയാകണമേ. വിവാഹത്തിന് ശേഷം അവരൊന്നിച്ച് വിസിറ്റ് ചെയ്യേണ്ട ഭവനങ്ങളെ കാര്യങ്ങളെ തീരുമാനങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, അടിനോടുകൂടെ തലകളെ ഉണക്കിയിരിക്കുന്നവരുടെ ഹൃദയത്തിലെ രഹസ്യ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് മറുപടിയാകണമേ. രോഗികൾ, കഷ്ടം അനുഭവിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുമായ എണ്ണിക്കൂടാതുമുള്ള ഒരു കൂട്ടത്തിന്റെ മധ്യത്തിൽ ഞങ്ങളെ സമ്പന്നരാക്കിയ, ഞങ്ങളെ നിലനിർത്തിയ, ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ഞങ്ങളുടെ കുടുംബത്തിലേക്കും കയ്യിലേക്കും തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ കൂടെ കർത്താവേ, ഇത് ഒരു വേല അവരുടെ ജോലി എന്ന രീതിയിലാണെങ്കിലും പങ്കെടുക്കുന്ന ഈ ഫോട്ടോഗ്രാഫേഴ്സ് മറ്റ് പ്രിയപ്പെട്ടവരെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. അവരുടെയും ആവശ്യങ്ങൾ ദൈവത്തിന്റെ കൃപ അവർക്ക് കൂട്ടായിരിക്കണമേ. ദൈവം ഈ മകളെ ഇപ്പോൾ പ്രാർത്ഥിച്ച് അയക്കുന്നു. പുന്നവേലി ദൈവാലയത്തിൽ കർത്താവ് പുരോഹിതന്മാർ പ്രതിപുരുഷന്മാരായി നിന്ന് കർത്താവ് ആചാരപരമായ ശുശ്രൂഷകൾ ചൊല്ലുമ്പോൾ എൻ്റെ ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങുകയും എൻ്റെ കർത്താവിന്റെ സാന്നിധ്യം നിന്റെ മക്കളെ ആ മുറിഞ്ഞ കരം വെച്ച് അനുഗ്രഹിച്ച് വാഴ്വ് നൽകുകയും ചെയ്യണം. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ഈ ശുശ്രൂഷയില് ഒരുക്കത്തോടും വണക്കത്തോടും സംബന്ധിച്ച നിങ്ങളെല്ലാവരോടും കൂടെ പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിനായി നാം വേർതിരിച്ച് ദൈവനാമത്തിൽ അനുഗ്രഹിക്കുന്ന ഈ മകളുടെ മേലും ഒരുക്കപ്പെടുന്ന മകന്റെ മേലും ഒരുങ്ങിയിരിക്കുന്ന ദൈവാലയത്തിന്റെ മേലും കർത്താവിന്റെ ശുശ്രൂഷകരായി നേതൃത്വം നൽകുന്ന പുരോഹിത ശ്രേഷ്ഠരുടെ മേലും
വിവാഹാനന്തരം കർത്താവേ, നീ ഞങ്ങൾക്കെല്ലാം നന്നായി ചെയ്തല്ലോ എന്ന സ്തോത്രത്തോടെ സന്ധ്യാപ്രാർത്ഥനയിൽ അപേക്ഷിപ്പാൻ മാതാപിതാക്കൾക്ക് നൽകുന്ന ആ ഭാവി അനുഭവത്തോടുകൂടി ഇപ്പോഴും എന്നേക്കും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. So in love, so in love, so in love, so in love. You look so beautiful in this light, your silhouette over me, the way it brings out the blue in your eyes is the Tenerife Sea. And all of the voices surrounding us here, they just fade out when you take a breath. Just say the word and now we'll disappear into the wilderness. Should this be the last thing I see, I want you to know it's enough for me. 'Cause all that you are is all that I'll ever need. So in love, so in love, so in love, 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 so in love. You look so wonderful in your dress, I love your hair like that. And in the moment I knew you better. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട പശ്ചാത്തലപുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട പശ്ചാത്തലപുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട പശ്ചാത്തലപുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. ക്രിസ്തുവേ, നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കൃപയെന്ന് മനസ്സിലാക്കാമേ, നിനക്ക് സ്തുതി പാലിക്കുമോ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, നിന്നോടുകൂടെയുള്ള അഴിവില്ലാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന്റെ പരിപൂർത്തി ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോകുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴ്വുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളന്മാർ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടികൾ പൂർണ്ണതപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടെയും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധന്മാരുടെ കൂടെയും മാഞ്ഞു പോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സലരുടെ സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരേറ്റും. വാനോർ ഭൂവാസികളെയും സന്തോഷിപ്പിച്ച
ആനന്ദം അരുളിയ ദേവാ എന്നേക്കും സ്തോത്രം. കരുണാകരനാം മശിഹായേ തൽസേവകരായി തിരുമുന്നിൽക്കും കൂട്ടത്തെ സന്തോഷിപ്പിക്കാം. രക്ഷകവലങ്കൈ നീട്ടി തിരുനാമത്തിൽ ഞങ്ങൾ പക്ഷമായി നൽകും മോതിരങ്ങൾ വാഴ്ത്തിയിടണമേ നീ. മോതിരത്താൽ സഭ മശിഹായ്ക്കായി വേളിക്കായി തീർന്നാൾ. തിരുമേനി തിരുരക്തം കൈക്കൊണ്ടിടുന്നു. പിതുപുത്ര വിശുദ്ധാത്മാവാ ത്രിയേകൻ വന്യൻ വാനോർ ഭൂവാസികൾ വന്നിട്ടാഘോഷിക്കുന്നു. ദൈവമായ കർത്താവേ, സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സമാധാനപ്പെടുത്തിയ ആ നിന്റെ സമാധാനം ഇപ്പോൾ അന്യോന്യം ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലമൊക്കെ അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് പൂർണ്ണ ഐക്യമുണ്ടാകുമാറാകണമേ. ആയതിപ്പോഴും എപ്പോഴും തന്നെ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം. അനുഗ്രഹിക്കനായ കർത്താവേ, അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പ്രഭയും മാഞ്ഞു പോകാത്ത നിലവും നിത്യവും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ തന്റെ രക്തത്താൽ സകലമാരിൽ നിന്നും പിഴകളിൽ നിന്നും അതിനെ വെടിപ്പാക്കുകയും ഭൗമസഭ വിവാഹം നിശ്ചയിക്കുകയും താൻ അതിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും ക്ലേശപിശാചികളുടെ അടിമയിൽ നിന്നും അതിനെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മത്സ്യതമ്പുരാന് തന്റെ അടിയാരുടെ മോതിരം വാഴുവിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നാഴികയിലും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിനങ്ങളിലും സകല കാലങ്ങളിലും നേരങ്ങളിലും നോമ്പുകളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. മനുഷ്യരുടെ സകലവിധ അറിവുകൾക്കും മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകല തിന്മകളിൽ നകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മൂറോൻ നീയാകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാനും വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറുവാനും നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരുണ്യപൂർവ്വം അവയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കണമേ. കർത്താവേ, കൃപ ചെയ്തവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലുള്ള അഴിവില്ലാതെ വണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ പ്രാകാരേണ ഇവരെ നീ അലങ്കരിക്കണമേ. ഈറന്മാരും മാലാകമാരും ഇടപെടാതെ സന്തോഷിക്കുന്ന ഇടമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവ്വം ഇവരെ നീ അടുപ്പിക്കണമേ.
കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതെ ഇവർ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധ റൂഹായും ഇടപെടാ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കന്യാവ്രതവും വെടിപ്പുള്ള സ്നേഹികളെ തനിക്ക് വിവാഹം നിശ്ചയിക്കുന്ന സത്യമണവാളുമുള്ളവനെ അന്യോന്യം വിവാഹം നിശ്ചയം ചെയ്യുകയും നിന്റെ ശ്രേഷ്ഠതയുടെ സന്നിധിയിൽ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങൾ മുഖാന്തരം അങ്ങയുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ അടിയാരിൽ നിന്ന് ശ്രേഷ്ഠ നടിവുകളായ മാധുര്യവും ഇമ്പമുള്ള പരിമളം വീശുവാൻ ഇവരെ യോഗ്യതയുള്ളവരാക്കണമേ. സത്യസ്നേഹവും നിരപ്പും സമാധാനവും ഭിന്നിച്ചു പോകാത്ത ഐക്യമത്യവും ഇവർക്ക് തമ്മിലുണ്ടായിരിക്കുമാറാകട്ടെ. ആത്മാവിലും ശരീരത്തിലും അന്യോന്യം നിർമ്മതയെ കാത്തുകൊള്ളിക്കുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. നിനക്കും നിന്റെ പിതാവിനും പശുതറുവായ്ക്കും സ്തോത്രവും സ്തുതിയും ഇവ കരയേറ്റുമാറാകട്ടെ. തൻ്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലങ്കൈ കാരുണ്യപൂർവ്വം നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായ ഈ മോതിരത്തോടുകൂടെ കൃപയും തന്റെ കരുണയുടെ വാഴ്വും തന്നിൽ നിന്ന് നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴ്വുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലങ്കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴ്വുകൾ പറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലങ്കൈ രഹസ്യമായി നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ലേഹന്മാരുടെ കൈകളിൽ നിന്നും പോലെ ബഹുമാനമുള്ള പട്ടക്കാരന്റെ കയ്യിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി ഈ മോതിരത്തെ നീ സ്വീകരിക്കുക. ആത്മാവിന്റെ ശരീരത്തിന്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തന്റെ പിതാവിനും തന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നീ കരയുകയും ചെയ്യണം. തൻ്റെ മശിഹാമൂലം വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യം വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണമാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ വാഴ്വുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കമൊതുക്കം കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസ്ഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തന്റെ രക്ഷ കൊണ്ട് മണവാളനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശവും വരാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശുശാന പുഷ്പങ്ങളെക്കാൾ വിശേഷവാസന നൽകുന്ന പരിവാഹതയിൽ കൂടി ഇവരുടെ മനസ്സാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടുപോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്നും ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന് നന്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തന്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന നിന്റെ അടിയാരായ ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴ്വുകളുടെ മക്കളെയും സന്തോഷങ്ങളുടെ കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ വരെ സ്ഥിരപ്പെടുത്തണമേ. അതിൽ വേർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിനൊരുങ്ങി വന്നിട്ടുള്ളവരുടെ മേലും നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ സ്ലീബായാൽ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ.
പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. ഓശോ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി 1 30,000, 1 60,000, 1 100,000 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ലീബ രാപ്പകൽ നിങ്ങളോടുകൂടെ ഇരുന്ന് തിന്മപ്പെട്ടവനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആചാര്യന്മാരെ, ഗായക സംഘ അംഗങ്ങളെ, ഇന്ന് ക്രിസ്തീയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ അംജു, പ്രിയ ശ്രുതി, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഏവർക്കും പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ക്രിസ്തീയ കുടുംബജീവിതത്തിൻ്റെ ഒരു വലിയ ധന്യതയിലേക്ക് ഇന്ന് നിങ്ങൾ പ്രവേശിക്കുകയാണ്. ദൈവ സൃഷ്ടിയുടെ ഒരു പൂർത്തീകരണമാണ് ഇവിടെ ഇപ്പോൾ നിങ്ങളെ ദൈവം കൂട്ടിച്ചേർക്കുന്നതിൽ കൂടെ സാധ്യതപ്രായമായി തീരുന്നത്. ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അതുകൊണ്ട് ഇനി അവർ മേലാൽ രണ്ടല്ല, ഒരു ശരീരമത്ര. They are not two but one. അവര് രണ്ടല്ല, ഒരു ശരീരം. അതുകൊണ്ട് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ മറവിലാണ് ഇന്ന് ഈ വിവാഹ ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഏക ശരീരമായി വിളിക്കപ്പെട്ട നിങ്ങൾ കർത്താവിനോടുകൂടെ ചേർന്ന് ക്രിസ്തുവിൽ വളരുന്ന ആത്മീക ബന്ധത്തിലേക്ക് ദൈവം നിങ്ങളെ പ്രവേശിപ്പിക്കുകയാണ്. ഒരു ഭവനത്തെ വിട്ട് മറ്റൊരു ഭവനത്തെ പുൽകുക, മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരുക, അതുപോലെ തിരിച്ചും. അതെങ്ങനെയാണ് ഈ ലോക ജീവിതത്തിൽ സാധിക്കുന്നത്? വളർന്ന ഭവനം, മാതാപിതാക്കൾ, അവരുടെ സ്നേഹം, അതെല്ലാം വിട്ട് എന്ന് പറയുമ്പോൾ എത്ര വലിയ ആഴമായിട്ടുള്ളൊരു ബന്ധത്തിലേക്കാണ് ദൈവം നിങ്ങളെ പ്രവേശിപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് ബന്ധങ്ങളൊക്കെ തകരുന്ന ഒരു ലോകത്തിൽ ദൈവം നിങ്ങളെ ചേർത്തിരിക്കുന്നത് ഈ ഒരു വലിയ ബന്ധം സ്ഥാപിക്കുന്നതിനാണ്. അതുകൊണ്ട് എന്നും ഈ ഒരു ഓർമ്മ നിങ്ങളെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ പിമ്പിൽ നിൽക്കുന്ന മാതാപിതാക്കൾ, അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷം നിങ്ങളുടെ പുതിയ ബന്ധത്തിൽ കൂടെ സാധിക്കുന്നു. അതുകൊണ്ട് വലിയ വെല്ലുവിളിയും ഇന്ന് ഓരോ കുടുംബങ്ങളും അഭിമുഖീകരിക്കുകയാണ്. ദിവസേന നാം പത്രങ്ങളിൽ വായിക്കുന്നതിൽ കൂടെ മനസ്സിലാക്കുമ്പോൾ എത്രയോ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങളെ ദൈവം പ്രവേശിപ്പിക്കുന്നത് തകരുന്ന ബന്ധങ്ങളിലല്ല. ദൈവത്തിൻ്റെ സൃഷ്ടി ഏകമായി നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സഭ തന്നെ അങ്ങനെയാണല്ലോ, ഏകമായി വിളിക്കപ്പെട്ട സഭ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ഈ ഏകത്വത്തിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനുള്ള വലിയ വിളി ഇന്ന് നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഈ ദേവാലയത്തിൽ വെച്ച് ഈ വിശുദ്ധ മധുബഹയുടെ മുൻപിൽ, വിശുദ്ധ ഏവൻഗേലിയോൻ്റെ മുൻപിൽ, ഈ ദൈവജനത്തിൻ്റെ മുൻപിൽ, ദൈവ സാന്നിധ്യത്തിൽ നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ആശീർവദിച്ച് കുടുംബമായി ബന്ധിപ്പിക്കുന്ന ശുശ്രൂഷയിൽ ദൈവം നിങ്ങളെ എല്ലാ സമൃദ്ധിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് നമ്മുടെ കരങ്ങൾ ഇവരുടെ മേലിൽ നിന്ന് ഉയർത്തിപ്പിടിക്കുക. സ്നേഹമുള്ള ദൈവമേ, അങ്ങയുടെ പരിപാലനയിലാണ് എല്ലാം സംഭവിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് ഈ ലോകത്ത് കുടുംബജീവിതത്തിൻ്റെ തകർച്ചകളുണ്ട്, എല്ലാമുണ്ട്.
എങ്കിൽ തന്നെയും ഈ വിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ ഈ വിശുദ്ധ സ്ഥലത്ത് ഈ പ്രിയ മക്കളെ അഞ്ജുവിനെയും ശ്രുതിയെയും അങ്ങ് കൂട്ടിക്കൊണ്ടുവന്നത് അങ്ങയുടെ പരിപാലനയിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നു. ഇവരുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. അവരുടെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും ഫലമാണ്. അവരുടെ കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിലും സന്തോഷത്തോടുകൂടിയും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും അവരിന്ന് ഈ മക്കളെ ദേവാലയത്തിന് മുമ്പിൽ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിന് അവർ നന്ദി പറയുകയാണ്. നമുക്കെല്ലാവർക്കും ഇവരെ കൂടിയിരിക്കുന്ന നാമത്തിൽ ദൈവത്തിൻ്റെ നാമത്തിൽ ആശീർവദിക്കാം. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ഇവരെ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പൂർവവിശുദ്ധരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാൽ ഇവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. ആദം ഹൗവായം അവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാൽ ഇവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. അബ്രാം സാറായം അവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാൽ ഇവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. യാക്കോബ് റാഹേൽ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാൽ ഇവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. മിസ്രൈമിൽ യോസേഫിനെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാൽ ഇവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. കർത്താവേ, അന്യോന്യമൊന്നായി തീർന്നിരിക്കുന്ന ഈ നിന്റെ അടിയാരെ നിന്റെ ദാനങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ നൽവരങ്ങളാൽ നീ അവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവിക കൽപ്പനകളുടെ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കർത്തന രാജൻ നിൻ ബലത്തിൽ സന്തോഷിക്കും. ഹാലേലൂയ, ഹാലേലൂയ. തവ രക്ഷയിൽ അവനേറ്റം മോദിക്കും. നന്മയും അനുഗ്രഹം മുൻപിടുന്നവനെ നീ ഹാലേലൂയ, ഹാലേലൂയ. മാന്യമമുടിതൻ ശിരസിൽ ചൂടുന്നു പാലയ്ക്കുമോ. സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും വിറയലോടും കൂടെ തന്നെ മഹത്വീകരിക്കുകയും അത്യുന്നതങ്ങളിൽ അഗ്നിമന്മാരുടെ കൂട്ടങ്ങൾ തന്റെ സ്വസ്ഥതകൾ ഭ്രമിച്ചെഴുതുകയും അവർണ്ണനീയമായ തന്റെ കരുണയുടെയും അപരിമയമായ തന്റെ ദയയുടെയും ധാരാളതയാൽ
എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകൾ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ സ്വസ്ഥയുടെ അധികാരത്തിന് കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്ത് വന്ന നിന്റെ കരുണയുടെ കീഴിലും നിന്റെ ദയയുടെ ചിറകിന് കീഴിലും അഭയം പ്രാപിച്ചിരിക്കുന്നവരുമായ നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത് സ്വർഗരാജ്യത്തേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടെ ഓടുവാനും ആത്മീയ നൽവരങ്ങളിൽ പൂർണ്ണതയുള്ളവരാകുവാനും ദേഹദേഹികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്ത് ആദായമുണ്ടാക്കുവാനും ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമരണമുള്ളവരിൽ നകന്നിരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാസത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ട സാത്താന്റെ അടിമേൽ ഓടി പോകുവാനും ഇവരുടെ ഹൃദയങ്ങളെ നീ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീഷ്ണതയിലും നിന്റെ കൽപ്പനയുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരുമാകുവാനും ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധയുടെ സ്ഥലങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവനെ ദ്വേഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിനനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനും നീയാകിയാൽ നിനക്കും നിന്റെ പിതാവിന്റെ പരിശുദ്ധാത്മാവിന് സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റുന്നു. ജാതീൻ പുത്രി നീയേ സുന്ദരി ബഹുസുന്ദരി കാട്ടകൾ നിൻ ആധരം പൊഴിക്കുന്നു സുന്ദരി സഭയെ നിന്നിൽ മാലിന്യം ഇല്ലേതുമേ. നാമത്തിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്തതായിരിക്കും. മനുഷ്യരുടെ സ്നേഹത്തലഞ്ഞിനും കീഴ്പ്പെടുന്നതായിരിക്കും. സ്ത്രീകളെ നിങ്ങളുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ മനുഷ്യാസഭരി ശരീരത്തിൻ്റെ രക്ഷിതാവും ആകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീകളെ തലയാകുന്നു. സഭ മനുഷ്യയ്ക്ക് കിട്ടുന്ന പ്രകാരം തന്നെ ഭാര്യമാർ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മനുഷ്യയായ നിന്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും മഞ്ഞത്താലും അതിനെ ശുദ്ധീകരിച്ച് വെളിപ്പാക്കുവാനും മൗത്തമുള്ളതായും മാലിന്യം കൈവയ്ക്ക് സമമായി യാതൊന്നുമില്ലാതെ വിശുദ്ധയും നിഷ്കളങ്കമായും തനിക്ക് തന്നെ സഭയെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ പ്രകാരം നിങ്ങളുടെ ശരീരങ്ങൾ എന്ന പോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. സഹോദരരെ മണക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ശ്രദ്ധിച്ച് ദൈവത്തിൻ്റെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായി നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ നമ്മുടെ രക്ഷയ്ക്കായി തന്നെ പിതാവിന്റെ സ്തുതി തന്റെ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാമെന്ന ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ കാലത്ത് വിശുദ്ധ വിവാഹത്തെ കുറിച്ച് പ്രകാരം
പഠിപ്പിച്ചു. ഈശോ തമ്പുരാൻ ഈ വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ അക്കരെ യഹൂദ്യയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാരം തന്റെ പിന്നാലെ ചെന്നു. അവിടെ വെച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി അരുളി ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവനവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരും എന്നും അരുളി ചെയ്തു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന തലകളും പിതാവിൻ്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. അനുഗ്രഹം നിറഞ്ഞോരു വലക്കൈ ഇവർ മേലാവസിപ്പിച്ച് ദമ്പതികളെയും ശിരസിൽ മുടിയെയും വാഴ്ത്തി നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സ്ഥലശക്തിക്ക് നേരെ തോറ്റുപോകാത്തായിട്ട് നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. മണവാട്ടി ശിരസിന്മേൽ
കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. നീ കരയേറ്റിക്കൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാകാം. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മശിഹ സത്യത്തിന്റെ മണവായ്മ കൊണ്ട് നിങ്ങളുടെ മണവായ്മയെ മുദ്രയിടട്ടെ. മശിഹ തന്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലങ്കൈ നിങ്ങളുടെ മേൽ വന്നാവസിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന്റെ മാലാക നിങ്ങളോട് കൂടെ ഇരുന്നാകൽ ക്രിസ്തായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം നോഹയെയും അവന്റെ മക്കളെയും അനുഗ്രഹിച്ച അനുഗ്രഹം നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ച ആ അനുഗ്രഹം നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം ആകാശത്തു നിന്ന് മഞ്ഞും ഭൂമിയെ പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവന്റെ പുത്രനായ യോസേഫിനെ വാഴ്ത്തി നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തന്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങളിൽ മേലും വസിക്കട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുക സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയ അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സർവ്വസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥന് നാം സ്തുതി കരയേറ്റുകയും ചെയ്യണം. ഓശോ വബുൽസ്ബാൽവൽമിൻ.
തോട്ടത്തിനുടയോ എന്നെ വേക്കുവാൻ വന്നവനേ, ഇളങ്കാറ്റത്തു കൊണ്ടുപോകാൻ ഉല്ലാസം എനിക്കവിടെയുണ്ട്. കർത്താവേ, എന്നെ വേളിക്കായി നീ നിശ്ചയിച്ച മണവാട്ടിയായി ഞാൻ. വിശുദ്ധനാം സത്യമണവാളാ, കരുണ ചെയ്കെന്നിൽ ശരണം നീയേ. കൊടുക്കൻ സ്ത്രീധനവും കഷ്ടപ്പാടാൽ സ്വതന്ത്രതയും എൻ മണവറ ഉന്നതത്തിൽ നിൻ വകയായി വിളിച്ചെന്നെ നീ. ദേവാസുതനെ വലങ്കൈ നീട്ടി വാഴ്ത്തി നമേ നീ മണവാളനെയും മണവാട്ടിയെയും ശിരസിൻ പൊടിയേയും നീ വാഴ്ത്തുക നാദ. ദമ്പതികളെയും അവരാവർ നാമത്തിൽ നീ വാഴ്ത്തുക. ഇവരിൻ ജീവിതകാലം വെളിവിൻ ലോകേ നീ വാഴ്ത്തിടുക. നിൻ അടിയാർ വായ്കളിൻ സ്തുതിയെ നാഥാ നീ വാഴ്ത്തിടുക. വീണകളാൽ നിന്നെ വന്ദനം ചെയ്തിടുവാൻ. എൻ്റെ വാത്സല്യമുള്ള സഹോദരരെ, നാം എല്ലാവരും ദൈവത്തിൻ്റെ ഭവനത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരുമായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെയും നമ്മുടെ കർത്താവായ യേശുമശിഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകെയും സ്ലീബായുടെ മുൻപാകെയും വിശുദ്ധ ഏവൻഗേലിയോന്റെ മുൻപാകെയും ഈ യോഗത്തിൻ്റെ മുൻപാകെയും ഹൃദയവിചാരങ്ങളെ അറിയാത്തവൻ്റെ മുൻപാകെയത്ര അറിയുന്നവൻ്റെ മുൻപാകെയത്രേ നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളുവീൻ. ഇതാ ഇന്നു മുതൽ ഞങ്ങൾ തമ്മിൽ ചേർത്തിരിക്കുന്നു. ദൈവം ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ശമാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളന്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും വന്നാവസിച്ച് വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വലങ്കൈ എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങളിൽ ഓരോരുത്തന് അവനവൻ്റെ ഭാര്യയുമായുള്ള ബന്ധമേത് വിധത്തിൽ ഇരിപ്പാൻ ന്യായമാകുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളോടെല്ലാവരോടും ആകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർദ്ധിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏതു പ്രകാരം വർദ്ധിക്കുമോ അതുപോലെ അവളും അവനോട് വർദ്ധിക്കുകയും യോഗ്യമാം വണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർദ്ധിക്കുകയും വേണം.
നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരും ആയിരിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരായിരിക്കണം. പിന്നെ വേലയിൽ സെന്റ് തോമസ് മാർത്തോമ ഇടവക കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടവരുടെ ചേർന്ന് നിങ്ങൾക്ക് ഇടവകയായി നൽകുന്ന സമ്മാനം. തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യണം. പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗൃഹവിചാരകന്മാർ സ്റ്റുവേഴ്സ് എന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരംശം വേർതിരിച്ച് ധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കുമായി ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ ദാനമായി നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും സഭാസ്നേഹത്തിലും നീതിബോധത്തിലും വളർത്തണം. ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിപ്പാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി ഒരുങ്ങി വന്ന സംബന്ധിച്ചിട്ട് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ ധനസിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. Right here on this ground where we are standing, holding dreams with open hands against the sky. So clear, it's better than we planned it. This rising sun was meant for you and I. We see it now, the story comes together. Beauty lives in every chapter. We feel it now, nothing could be better. You and me, chasing down forever after. This truth, these words that we have spoken, giving purpose to the hope that we have found. There's proof in the days that lay before us, finding meaning in these moments playing out. We see it now, the story comes together. Beauty lives in every chapter. We feel it now, nothing could be better. You and me, chasing down forever after. The story comes together. Beauty lives in every chapter. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നറിയ കർത്താവ് ഈ ഭൂമിയിൽ ഭവനങ്ങളെ വെളിച്ചങ്ങളായി ശോഭിപ്പാൻ ദേശത്ത് മലമേലിരിക്കുന്ന പട്ടണം പോലെ
വെളിച്ചമായി ശോഭിപ്പാനാകുന്നുവല്ലോ കുടുംബങ്ങളെ സ്ഥാപിച്ചത്. ഇപ്പോൾ ഈ പ്രിയ ദമ്പതികൾ വിളക്ക് തെളിയിക്കുന്ന അത്രേ. ഇപ്പോൾ ദമ്പതിമാർ കേക്ക് മുറിച്ച് മധുരം പങ്കുവയ്ക്കും. ഞങ്ങളെ കുടുംബങ്ങളായി ഈ ഭൂമിയിൽ അനുഗ്രഹിക്കുന്നതോർത്ത് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. കുടുംബ വർധനവ് തന്ന് തലമുറകളെ തന്ന് ഞങ്ങളെ മാനിക്കുന്ന ഒരു ദൈവം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനാൽ ഞങ്ങൾ തന്നെ സ്തുതിക്കുകയാണ്. നീ അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ എൻ്റെ കരങ്ങളിൽ ഞങ്ങളെ കർത്താവെ അനുഗ്രഹിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദേവാലയത്തിൽ വെച്ച് നടന്ന വിവാഹ ശുശ്രൂഷയിൽ നിൻ്റെ മക്കളുടെ മേൽ ആവശ്യപ്പിച്ച എല്ലാ അനുഗ്രഹങ്ങളും തുടർന്ന് അവരുടെ ജീവിതത്തിൽ നിലനിൽപ്പാൻ തക്കൊണ്ട് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയെ ഭയപ്പെട്ടുകൊണ്ട് ഇവിടെ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിൻ്റെ കേട്ട് അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുദ്രവള്ളി പോലെയും മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതയിലെ പോലെ ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷനെ അനുഗ്രഹിക്കപ്പെടും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ മക്കളെയും മക്കളുടെ മക്കളെയും നീ കാണും. അപ്രകാരമുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് കുടുംബജീവിതത്തിൽ പ്രവേശിച്ച പ്രിയ അംജുവിനും സ്തുതിക്കും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുഭവനങ്ങൾക്കായി, മാതാപിതാക്കൾക്കായി, പ്രിയപ്പെട്ടവർക്കായിട്ട് എല്ലാം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ വിവാഹത്തിൻ്റെ ആലോചന സമയം മുതൽ ഇന്ന് ഇത്രത്തോളം സമയം വരെയും നിൻ്റെ വലിയ മാറ്റമില്ലാത്ത അനുഗ്രഹങ്ങൾ നിൻ്റെ മക്കളുടെ മേൽ എല്ലാവരുടെ മേലും നീ പകർന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കായി ഒരുക്കപ്പെട്ട ഭക്ഷണപാനീയങ്ങളെ നിൻ്റെ കരുത്തിൽ തരുന്നു. കർത്താവേ, നീ തന്നെ വാഴ്ത്തി ആശീർവദിക്കണമേ. ഭക്ഷിച്ച് ബലപ്പെട്ട് നിനക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായിക്കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. Right here on this ground where we are standing, holding dreams with open hands against the sky. So clear, it's better than we planned it. This rising sun was meant for you and I. We see it now, the story comes together. Beauty lives in every chapter. We feel it now, nothing could be better. You and me, chasing down forever after. This truth, these words that we have spoken, giving purpose to the hope that we have found. There's proof in the days that lay before us, finding meaning in these moments playing out. We see it now, the story comes together. Beauty lives in every chapter. We feel it now, nothing could be better. You and me, chasing down forever after. The story comes together. Beauty lives in every chapter.
അന്നേരമായിരിക്കാൻ സഹായിക്കണം കർത്താവേ. അന്യോന്യം അറിയുന്നവരും നിരന്തരമായിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ജീവിതയാത്രയിൽ കർത്താവേ അവർക്ക് വരുന്ന എല്ലാ നല്ല സമയങ്ങളിലും കർത്താവേ മോശം സമയങ്ങളിലും അവർ അന്യോന്യം അറിയുന്നവരും നിരന്തരമായിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. നൽകിയിരിക്കുന്ന എല്ലാ നമ്മൾക്കായി സ്തോത്രം തല വണക്കിയിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഒരിക്കൽ കൊടുത്ത് ക്രിസ്തുമസാക്കി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വളർത്ത യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യാത്രയിൽ കൂടെ ഇരിക്കണം കർത്താവേ. സ്വമായി കർത്താവെ ഫലത്തിലെത്തി തരുവാൻ സഹായിക്കണം. മാനവത്തോടെ എടുക്കണം. ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു.